Hi, my dear students. Welcome all of you to today's grammar class. In the last class, teacher gave you some homeworks. I hope all of you understood very well. Today, we are going to discuss position of adverbs. Position of adverbs. Adverbs of manner are usually placed after the main verb if the verb does not have an object. Adverbs of manner are usually placed after the main verb. മെയിൻ വെർബിന് ശേഷമാണല്ലേ ഇഫ് ദ വെർബ് ഡസ് നോട്ട് ഹാവ് ആൻ ഒബ്ജക്റ്റ്. അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അഡ്വേഴ്സ് ഓഫ് മാനർ ആർ യൂഷ്വലി പ്ലേസ്ഡ്. അഡ്വേഴ്സ് ഓഫ് മാനർ അവിടെയാണ് അഡ്വേഴ്സ് ഓഫ് മാനർ ഉപയോഗിക്കുന്നത്. നിതിൻ റോഡ് റാപ്പിഡ്ലി. നിതിൻ റോഡ് റാപ്പിഡ്ലി. ഇൻ ദിസ് സെന്റൻസ് there has no object. Here the verb rode does not have an object. അല്ലേ? ഈ വെർബിന് റോഡ് എന്ന വെർബിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. സോ ദ അഡ്വർബ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദി വെർബ്. വെർബിന് ശേഷം അഡ്വർബ് വെച്ചു. ഇഫ് ദ വെർബ് ഹാസ് ആൻ ഒബ്ജക്റ്റ്, വെർബ് ഹാസ് ആൻ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വി പ്ലേസ് ദാറ്റ് വെർബ് ഓഫ് മാനർ ആഫ്റ്റർ ദ ഒബ്ജക്റ്റ് ഓർ ബിഫോർ ദ മെയിൻ വെർബ്. മെയിൻ വെർബിന് മുൻപോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമോ ആണ് വെക്കുന്നത്. The adverb should not be put between the verb and its subject. The adverb should not be put between the verb and its subject. ഒരിക്കലും വെക്കില്ല. ഇവിടെ the വെർബിന്റെ ഒബ്ജക്റ്റിന്റെ ഇടയിൽ വെക്കില്ല. ഓക്കെ. നിതിൻ tore open hastily the envelope. It's incorrect sentence. നിതിൻ tore open the envelope hastily. ഒന്നുകിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നിതിൻ hastily tore open the envelope. അല്ലെങ്കിൽ നിതിൻ ഹേസ്റ്റ്ലി ടോർ ഓപ്പൺ ദി എൻവലപ്പ്. ഇങ്ങനെയാണ് സെന്റൻസ് എഴുതുന്നത്. ഇഫ് ദർ ഈസ് എ പ്രിപ്പോസിഷൻ, ഒരു പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ സച്ച് ആസ് അറ്റ് ഓർ ടുവാർഡ്സ് ബിഫോർ ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന് മുൻപ് പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ പ്ലേസ് ദ അഡ്വർബ് ബിഫോർ ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് മുൻപാണ് adverb വെക്കുന്നത്. ആഫ്റ്റർ ദി ഒബ്ജക്റ്റ് ഓർ ബിഫോർ ദി വെർബ്. ആഫ്റ്റർ ദി ഒബ്ജക്റ്റ് ഓർ ബിഫോർ ദി വെർബ്. എക്സാമ്പിൾ, രാഹുൽ ഗ്ലാൻസ് ക്വിക്ക്ലി അറ്റ് ദി ലെറ്റർ. പ്രിപ്പോസിഷൻ അറ്റ് ക്വിക്ക്ലി അല്ലേ? നമ്മൾ ക്വിക്ക്ലി വെച്ചിട്ട് എവിടെയാണ്? പ്രിപ്പോസിഷന് മുൻപായിട്ട്. രാഹുൽ ഗ്ലാൻസ് അറ്റ് ദി ലെറ്റർ ക്വിക്ക്ലി. രാഹുൽ ഗ്ലാൻസ് ദി ലെറ്റർ ക്വിക്ക്ലി. ഹിയർ ക്വിക്ക്ലി വെർബ് അഡ്വർബ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ആണ് നമ്മൾ വെച്ചത്. രാഹുൽ ക്വിക്ക്ലി ഗ്ലാൻസ് അറ്റ് ദി ലെറ്റർ. സം കോമൺ അഡ്വർബ്സ് ആർ സച്ച് ആസ് വെൽ, ബാഡ്ലി, ഹാർഡ്, ഫാസ്റ്റ് ആർ ഓപ്പൺ പ്ലേസ്ഡ് ആഫ്റ്റർ ദി വെർബ്. ഇത്തരത്തിലുള്ള അഡ്വർബ്സ് ഒക്കെ വെക്കുന്നത് വെർബിന് ശേഷമാണ്. സാനിയ പ്ലേസ് ടെന്നീസ് വെൽ. ദ ഹെയർ റാൻ ഫാസ്റ്റ്. ഓക്കെ. അഡ്വർബ്സ് ഓഫ് മാനർ അല്ലേ? Did you understand well? Then adverbs of time. Adverbs of place. Adverbs of place are usually placed after the object. Place എവിടെയാണ്? After the object. ഒബ്ജക്റ്റിന് ശേഷമാണ് വെക്കുന്നത്. If a verb does not have an object, വെർബിൽ ഒബ്ജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ we place the adverb after the verb. വെർബിന് ശേഷമാണ് അഡ്വർബ് വയ്ക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്സൈഡ്. ഈസ് ദർ എ ഗ്രോസറി ഷോപ്പ് നിയർ ബൈ? Then adverbs of time are usually placed at the end of a sentence or at the beginning. ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനമായിട്ടാണ് adverbs of time വെക്കുന്നത്. If we begin the sentence with an adverb, adverbിലാണ് നമ്മൾ സെന്റൻസ് തുടങ്ങിയതെങ്കിൽ we put a comma after it. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കണം. Yesterday, Meena met her friends in the park. Meena met her friends in the park yesterday.
കണ്ടോ, രണ്ട് സെന്റൻസിന്റെയും പ്രത്യേകത കണ്ടോ? യെസ്റ്റർഡേക്ക് ശേഷം കോമ ഇട്ടു, ചിലപ്പോൾ ലാസ്റ്റും നമുക്ക് എഴുതാം. മിന met her friends in the park yesterday. Okay. Adverbs of frequency are usually placed before the verb. If a sentence has a helping verb and a main verb, we place the adverb between the two. Adverbs of frequency എവിടെയാണ്? ബിഫോർ ദ verb. വെർബിന് ശേഷമാണ്. If a sentence has a helping verb, auxiliary verb ഉണ്ടായിരുന്നെങ്കിൽ or a main verb, we place adverb between two. അതിനെ രണ്ടിന്റെ ഇടയിലായിട്ടാണ് വെക്കുക. I always forget where I put my phone charger before the main verb. Forget എന്ന മെയിൻ വെർബിന് മുൻപായിട്ട് വെച്ചു. You should always wash your hands before eating. Between the helping verb should and main verb wash. Should എന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെയും വാഷ് എന്ന മെയിൻ വെർബിൻ്റെ ഇടയിലായിട്ടാണ് വെച്ചത്. ഓക്കെ. യു ഷുഡ് ഓൾവേസ് എന്ന adverb. Adverbs of degree are usually placed before the adjective, adverb or verb they modify. Adverbs of degree are usually placed before the adjectives. അഡ്ജക്റ്റീവിൻ്റെ മുമ്പിലോ അഡ്വർബിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വെർബ് they modify, വെർബിൻ്റെ മുമ്പിലോ ഉപയോഗിക്കുന്നു. The water was extremely cold before the adjective cold. The actor performed his role so passionately before the adverb passionately. The train has just arrived at the station before the arrived. Then tick the sentence in which the adverbs are placed correctly. Which adverbs are placed correctly? Correctly ആയിട്ടുള്ളതിനെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ incorrect. If Mala will walk so slowly, she will reach surely school late. If Mala will walk so slowly, she will reach surely school late. Incorrect. Cross. Amal has practiced very hard for the inter-school singing competition. It's correct. Tick. Exam can Iram can speak Assamese fluently. Iram can speak Assamese fluently. It's correct. Next week, fourth one. Urvashi read carefully the essay for errors. Urvashi read carefully the essay for errors. It's prose. Next week, Omar will be going to Munnar. Next week, Omar will be going to Munnar. It's correct. Shiv met later his cousins a year. Shiv met later his cousins a year. It's cross. Rewrite this sentence putting the pairs of adverbs in the correct positions. Rewrite this sentence putting the pairs of adverbs in the correct positions. Then first sentence, it was raining. In bracket the pairs of words yesterday and continuously, pairs of adverbs. It was raining. Yesterday it was raining continuously. Yesterday it was raining continuously. Okay. Then second sentence, the students enjoyed themselves at the zoo. In bracket pairs of adverbs thoroughly and today. The students enjoy themselves at the zoo. Look at the word today. The students thoroughly enjoyed themselves at the zoo. Okay? Today the students thoroughly enjoyed themselves at the zoo. Then third one, I will read the instructions for running washing machine. In bracket pairs of adverbs now and carefully. I will read the instructions for running the washing machine. Now I will carefully read the instructions for running the washing machine. Now
I will carefully read the instructions for running the washing machine. Then fourth one, we enjoyed the picnic. We enjoyed the picnic, but it was noisy. We enjoy in bracket a lot and very are the pairs of adverbs. We enjoyed the picnic a lot, but it was very noisy. We enjoyed the picnic a lot, but it was very noisy. Fifth one, Black Beauty is an interesting book. I enjoyed reading it. In bracket pairs of adverbs, immensely and very. Black Beauty is a very interesting book, but I enjoyed reading it immensely. Blackberry is very interesting book. I enjoyed reading it immensely. Very interesting book. I enjoyed reading it immensely. Okay, we will write your text and study well. Then rearrange these words to form the sentences. Rearrange these words to form sentences. Look, reads Diya daily the newspaper. Reads Diya daily the newspaper. Diya reads the newspaper daily. Diya reads the newspaper daily. Okay, next. Room the injured children the noisily. How we write? Yes, the children entered the room noisily. The children entered the room noisily. Then Anwar misses rarely school bus his phone. How we write? Yes, Anwar, say please. Anwar rarely misses his bus for school. Then fourth one, barely had when car they started broke down near it. How we write? Yes, subject. First we write the subject. Yes, they had barely started their car when it broke down. They had barely started their car when it broke down. Helps, fifth one, helps Maheshwari once a week clean her house. Mother the. How we write? Maheshwari helps her mother clean the house once a week. Maheshwari helps her mother clean the house once a week. Okay, do you understand well? Okay, all of you write in your text. All of you write the answer correctly. Okay. Then adjective or adverb. Some adjectives and adverbs have the same form. Some adjectives and adverbs have the same form. Then adjective എന്ന് പറഞ്ഞാൽ എന്താണ്? Adjective qualifies a noun. Adverb qualifies a verb. Okay. The most important of these are fast, hard. I want to take a fast bus from Pune to Mumbai. Here, fast is an adjective. The stone was stuck fast in the mud. Here, the adjective, the adverb is the fast. Okay, fast is the adverb. The steps of this fort are made of hard yellow sandstone. Here, hard is adjective. Please work hard or you will not do well in the maths. Here, hard is adverb. ചിലപ്പോൾ adverb ആയിട്ടും adjective ആയിട്ടും ചില words വരുന്നു. Question. All words that end in ly are not adverbs. ly ൽ അവസാനിക്കുന്ന എല്ലാ വേർഡ്സും adverbs ആവണമെന്നില്ല. Some are adjectives. ചിലപ്പോൾ അത് adjective ആയിരിക്കും.
They looked at the lovely girl. Here adjective not an adverb. ഇവിടെ lovely എന്ന് വന്നത് adjective ആയിട്ടാണ് adverb ആയിട്ടല്ല. This pen drive is so costly. Adjective not adverb. Costly is adjective not adverb. An elderly gentleman approached the cashier. Here adjective not adverb. Okay, do you understand? Then are the underlined words or adverbs or adjectives? താഴെ കൊടുത്തിരിക്കുന്ന adverbs ആണോ adjectives ആണോ എന്ന് കണ്ടെത്തുക. First one, weekly newspaper is very informative. Weekly newspaper is very informative. The magazine is published weekly. First one, in the first sentence, the weekly newspaper is very informative. Here, weekly is adjective. The magazine is published weekly. Then the second sentence, weekly is an adverb. Okay. Then in second sentence, in the near future, the city will be unrecognizable. In the near future, the city will be unrecognizable. Then second sentence, Danish will easily find a cycle shop somewhere near. Danish will easily find a cycle shop somewhere near. Here, near. First sentence, near is adjective. Then second sentence, near is adverb. Okay. Then third sentence, both my grandparents are well. Both my grandparents are well. Then the little girl spoke quite well. The little girl spoke quite well. In first sentence, the well is adjective. Then second sentence, well is adverb. Then fourth, Anis is a little slow. He needs to work fast. Fast. Our climate is changing at an alarmingly fast pace. Then in first sentence, fast is adverb. Then second sentence, fast is adjective. Then do you have to travel far to reach work? In second sentence, you can see the horizon in the far distance. Far. Do you have to travel far to reach work? In first sentence, far is adverb. Then second sentence, far is adjective. Okay. Then tick the correct sentences. Tick the correct sentences. The loud noise startled the children. The loud noise startled the children. The noise startled the children loudly. Take the correct sentence. It's a homework for you. Read the sentences and this homework. All of you do it very well. Well. Okay. Then degrees of comparison. Degrees of comparison പഠിച്ചിട്ടുണ്ടല്ലേ? Adjective പഠിച്ചപ്പോൾ degrees of comparison പഠിച്ചിട്ടുണ്ട്. Like adjectives, we can also use adverbs to make comparisons. Like adjectives, we can also use adverbs to make comparisons. More and most are added to adverbs to form comparative and superlative degrees. More and most. നമ്മൾ കൂട്ടിച്ചേർക്കും. If they are more than 2 syllables long. രണ്ടിൽ കൂടുതൽ syllables ഉണ്ടെങ്കിൽ നമ്മൾ more or most കൂട്ടിച്ചേർക്കും. Otherwise we add er or est. Peacefully, more peacefully, most peacefully. Peaceful, there are 3 syllables. Soon, sooner, soonest. Fast, faster, fastest. Then my grandmother sleeps more peacefully than my grandfather. More peacefully. The chance to participate in
The debate came sooner than I expected. Everyone in the race ran fast, but girl ran the fastest of all. With adverbs such as quietly and slowly that end in ly, we use more in the comparative degree. Adverbs such as quietly പോലെ slowly that end in ly, ly അവസാനിക്കുകയാണെങ്കിൽ നമ്മളുടെ more and most ഉപയോഗിക്കുന്നു. The young man walked more slowly than the older man. Could you walk more quietly, please? Some adverbs change from one degree to another in an irregular way. Badly, worse, worst. Little, less, least. Well, better, best. Much, more, most. I am feeling worse than I was yesterday. I performed better than I did last week. Tick the correct options to complete the passage. Listen, all of you listen. The annual sports day at Sanat Junior School was held on 15 July 2019. Many students participated in the sack race and the relay race. Many from Kalidas house ran more urgently or faster than Kapil from Tulsidas house. In the final day, Tulsidas house bagged at the first prize. Here in bracket more urgently and faster. Here Mani from Kalidas house ran faster than. Here the adverb is faster than. Okay. In the sack race, the bigger boys lost the race to the smaller ones. The smaller ones hopped more abruptly or actively. Say, please tell me. More actively than the heavier ones. More actively. Take the answer. More actively. Asta skipped the quickest or safest and stood first. Asta skipped the quickest and stood first. Misha skipped the lowest or slowest. Which adverb we use? The. ദായ്ക്ക് ശേഷം നമ്മൾ EST ആണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ലോവസ്റ്റ് ഓർ സ്ലോവസ്റ്റ്? But she got a prize because she was the youngest participant in this age group. In the cycle race, Vishal cycled more carefully or more speedily? More speedily. You take the answer. More speedily than everyone else. Tara swam more rapidly or more deeply? More rapidly than Asma. Finally, in the hurdle race, Jacob jumped over the hurdles more silently or more cleanly? Here, more cleanly the correct answer than all the 6 contestants. Okay, teacher, read the answer. Mani from Kalidas house ran faster than Kapil from Tulsidas house. Okay, then Asta skipped the the smaller ones hopped more actively. Asta skipped the quickest and foot first. Then Misha skipped the slowest. In the cycle race, Misha cycled more speedily. Tara swam more rapidly. Then last one, Jacob jumped over the hurdles more cleanly than all the 6 contestants. Okay. Rewrite these sentences with the comparative degree of the underlined adverbs and the words in brackets in the correct places. Okay, it's a homework for you. All of you do well and send to me. We conclude today's grammar class. We will meet
next class. Okay, thank you.